വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. 10ാം ക്ലാസ് മുതൽ സർവകലാശാല വരെയും അവിടുത്തെ വിദ്യാർത്ഥികൾ കാണിക്കുന്ന റിസൾട്ടുകൾ വിസ്മയപ്പെടുത്തുന്നതാണ്. എന്നിരുന്നാലും വളരെയധികം സമ്മർദ്ദവും ഒരുപോലെ അനുഭവിക്കുന്നവരാണ്. എങ്കിലും അവരുടെ പഠനരീതികൾ ഏത് വിധത്തിലാണ് വേറിട്ട് നിൽക്കുന്നത്? എന്താണ് അവരുടെ വിജയരഹസ്യം? നമ്മൾ ഇന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. അവർ പിന്തുടരുന്ന 4 പ്രധാന പഠനരീതികൾ. ഇവ പഠനത്തിനുള്ള മാറ്റങ്ങൾ മാത്രമല്ല, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന രീതിയെയും മാറ്റുന്ന ഉപാധികളാണ്. ഈ മാർഗങ്ങൾ ഒരിക്കലും ഒരു ഫിക്ഷനല്ല, വിശ്വസനീയമായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പോമോഡോറോ ടെക്നിക്. എന്താണ് പോമോഡോറോ ടെക്നിക്? നിങ്ങൾ 3-4 മണിക്കൂറായി ഒരേ വിഷയം തന്നെ പഠിച്ചെടുക്കാൻ പ്രയാസപ്പെടുന്നു. അപ്പോൾ ജാപ്പനീസ് വിദ്യാർത്ഥികളുടെ ഈ പോമോഡോറോ ടെക്നിക് ഉപയോഗപ്പെടുത്താം. എന്താണ് പോമോഡോറോ ടെക്നിക്? പോമോഡോറോ ടെക്നിക് എന്നത് ഒരു സമയ ക്രമീകരണ രീതിയാണ്. ഇതിൽ ഒരു കാര്യം 25 മിനിറ്റ് ഇടവേളകളായി വിഭജിച്ച് ഓരോ ഇടവേളയ്ക്ക് ശേഷവും 5 മിനിറ്റ് ഇടവേള എടുക്കുന്നു. ഈ 25 മിനിറ്റ് ഇടവേളകളെ പോമോഡോറോ എന്ന് വിളിക്കുന്നു. 4 പോമോഡോറോകൾക്ക് ശേഷം 15 മുതൽ 20 മിനിറ്റ് വരെ നീണ്ട ഒരു ഇടവേള എടുക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ രീതി ഉപയോഗപ്രദമാകുന്നത്? ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു. 25 മിനിറ്റ് എന്ന ചെറിയ സമയപരിധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് ശ്രദ്ധ വ്യതിചലിക്കുന്നത് കുറയ്ക്കുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. പോമോഡോറോ ടെക്നിക് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സമയവും ചെലവഴിക്കാൻ കഴിയും. ഇത് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് മറ്റു പഠന ആവശ്യങ്ങൾക്കും സഹായകമാണ്. തടസ്സങ്ങൾ ഒഴിവാക്കുന്നു. പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന മൊബൈൽ ഫോൺ പോലുള്ള ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളിൽ നിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കാൻ ഈ രീതി സഹായിക്കുന്നു. ഇത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന്. പോമോഡോറോ ടെക്നിക് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിൽ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. 25 മിനിറ്റ് ഇടവേളകളിൽ പഠിച്ച് ഇടവേളകളിൽ വിശ്രമിക്കുന്നത് പഠിച്ച കാര്യങ്ങൾ കൂടുതൽ ഓർമ്മയിൽ വയ്ക്കാൻ സഹായിക്കുന്നു. പോമോഡോറോ ടെക്നിക് എങ്ങനെ ഉപയോഗിക്കാം? പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം തിരഞ്ഞെടുക്കുക. ഒരു ടൈമർ 25 മിനിറ്റായി സജ്ജമാക്കുക. 25 മിനിറ്റ് ഇടവേളയിൽ ശ്രദ്ധയോടെ പഠിക്കുക. 5 മിനിറ്റ് ഇടവേള എടുക്കുക. 4 പോമോഡോറോകൾക്ക് ശേഷം 15 മുതൽ 20 മിനിറ്റ് നീണ്ട ഒരു ഇടവേള എടുക്കുക. പോമോഡോറോ ഒരു ടെക്നിക്കാണ്, ലളിതമായ സമയ ക്രമീകരണ രീതിയാണ്. ഇത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ആക്റ്റീവ് റീകോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ടെസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നു. ആക്റ്റീവ് റീകോൾ എന്നത് പഠനത്തിൻ്റെ യഥാർത്ഥ രീതിയെ തലകീഴായി മാറ്റുന്ന ഒരു പഠന രീതിയാണ്. പരമ്പരാഗതമായി വിദ്യാർത്ഥികൾ അവരുടെ തലച്ചോറിലേക്ക് വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചാണ് പഠിക്കുന്നത്. ആക്റ്റീവ് റീകോൾ ഉപയോഗിച്ച് നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിലൂടെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇത് വിചിത്രമായി തോന്നാമെങ്കിലും പ്രായോഗികമായി ഇത് വളരെ ലളിതമാണ്. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എടുക്കുക. ആ വിഷയത്തെ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾ സൃഷ്ടിക്കുക. തുടർന്ന് ആ ചോദ്യങ്ങളിൽ സ്വയം പരീക്ഷിക്കുക എന്നിവയാണ് സജീവമായ ഓർമ്മപ്പെടുത്തൽ അഥവാ ആക്റ്റീവ് റീകോൾ. വിവരങ്ങൾ വീണ്ടെടുക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ നിർബന്ധിക്കുന്നതിലൂടെ നിഷ്ക്രിയമായി വായിക്കുന്നതിന് പകരം നിങ്ങളത് സജീവമായി പഠിക്കുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു. വിവരങ്ങൾ ഓർമ്മിക്കാനുള്ള സാധ്യത നിങ്ങൾക്ക് ഗണ്യമായി വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാകാത്തതും അധിക ശ്രദ്ധ ആവശ്യമുള്ളതുമായ വിഷയങ്ങളെക്കുറിച്ച് സജീവമായ ഓർമ്മപ്പെടുത്തൽ നിങ്ങളെ സൂക്ഷ്മമായി ബോധവാന്മാരാക്കുന്നു. തിരക്ക് കൂട്ടുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോറിനെ ക്ഷീണിപ്പിക്കുകയും നിങ്ങൾ ശേഖരിച്ചു വെച്ച ഓർമ്മകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. ആവർത്തിച്ചുള്ള ഇടവേളകളുള്ള പഠന സെഷനുകളിലൂടെ നിങ്ങളുടെ തലച്ചോറിനെ ഓർമ്മകൾ ശക്തമാകുന്നു. അതാണ് ഇടവേളകളുള്ള ആവർത്തനം. പഠനത്തിനായി സ്പേസ്ഡ് ആവർത്തനം എങ്ങനെ ഉപയോഗിക്കാമെന്നും ഈ ശക്തമായ മെമ്മറി ടെക്നിക് പരമാവധി പ്രയോജനപ്പെടുത്താമെന്നും നമുക്ക് നോക്കാം. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സ്പേസ്ഡ് റെപ്പറ്റീഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്.
മറ്റു വിധത്തിൽ എടുക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിവരങ്ങൾ ഓർമ്മിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ശക്തമായ ഒരു സാങ്കേതികതയാണ് സ്പേസ്ഡ് റെപ്പറ്റീഷൻ. സ്പേസ്ഡ് റെപ്പറ്റീഷൻ്റെ ആശയം നിങ്ങളുടെ ആവർത്തനങ്ങൾക്കിടയിൽ ഇടം നൽകുക എന്നതാണ്. അല്ലെങ്കിൽ സെഷനുകൾ അവലോകനം ചെയ്യുക. അതുവഴി നിങ്ങൾ എല്ലാ അറിവും ഒരേ സമയം നിങ്ങളുടെ തലച്ചോറിലേക്ക് കടത്തിവിടാൻ ശ്രമിക്കരുത്. ഒരൊറ്റ സെഷനിൽ എല്ലാം മനഃപാഠമാക്കാൻ ശ്രമിക്കുന്നത് പ്രായോഗികമല്ല. നമ്മുടെ തലച്ചോറ് സാങ്കേതികമായി പേശികളല്ലെങ്കിലും അവയെ അങ്ങനെ തന്നെ പരിഗണിക്കണം. ഒരു പാഠപുസ്തകം പഠിക്കുന്നത് തലച്ചോറിന് വ്യായാമം നൽകുന്നത് പോലെയാണ്. എന്നാൽ നമ്മൾ പഠിക്കുമ്പോൾ പഠനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു ദിവസത്തേക്ക് ചുരുക്കാൻ ശ്രമിക്കാറുണ്ട്. പകരം അത് കുറച്ചു നേരം മാറ്റിവെക്കാൻ ശ്രമിക്കാറുണ്ട്. പരീക്ഷയുടെ തലേദിവസം രാത്രി മുഴുവൻ പഠിക്കുന്നത് ഒരു മാരത്തോണിന് തലേദിവസം ആയിരക്കണക്കിന് മൈലുകൾ ഓടാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. എങ്ങനെയാണ് സ്പേസ്ഡ് റെപ്പറ്റീഷൻ പരിശീലിക്കുന്നത്? ഇടവേളകളിൽ ആവർത്തിച്ച് കാര്യങ്ങൾ പരിശീലിക്കുന്നതിൽ ഈ ഘട്ടങ്ങൾ ഉൾപ്പെടുന്നു. നിങ്ങളുടെ പഠന സെഷനുകളുടെ ഇടവേളകൾ ആസൂത്രണം ചെയ്യുക. ആദ്യമായി വിവരങ്ങൾ അവലോകനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക. ആദ്യ ഇടവേളയിൽ വിവരങ്ങൾ ഓർമ്മിക്കുക. തിരഞ്ഞെടുത്ത ഇടവേളകളിൽ വിവരങ്ങൾ ഓർമ്മിക്കുന്നത് തുടരുക. സ്പേസ്ഡ് റെപ്പറ്റീഷൻ കാരണം നിങ്ങളുടെ തലച്ചോറിന് വിവരങ്ങൾ കൂടുതൽ ഫലപ്രദമായി നിലനിർത്താൻ സഹായിക്കുന്നു. ഓർമ്മശക്തിയുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. പഠന സെഷനുകളിൽ ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുന്നു. പരീക്ഷാ ഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്ന ഒരു തെളിവ് അടിസ്ഥാനമാക്കിയുള്ള സാങ്കേതികതയാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഷാഡോയിങ് ടെക്നിക്കിനെ കുറിച്ചാണ്. എന്താണ് ഷാഡോയിങ് ടെക്നിക്ക്? ഷാഡോയിങ് എന്നത് ഒരു ഭാഷ പഠന സാങ്കേതികതയാണ്. അതിൽ നിങ്ങളൊരു പ്രഭാഷകനെ ശ്രദ്ധിക്കുകയും അതേസമയം അവർ പറയുന്നത് ആവർത്തിക്കുകയും അവരുടെ ഉച്ചാരണം, സ്വരസൂചകം, താളം എന്നിവ അനുകരിക്കുകയും ചെയ്യുന്നു. തത്സമയം പ്രഭാഷകനെ അടുത്തു പിന്തുടരുന്ന ഒരു നിഴൽ പോലെയാണ് ഇത്. ഒഴുക്ക്, ഉച്ചാരണം, ശ്രവണധാരണ എന്നിവ മെച്ചപ്പെടുത്താൻ ഈ രീതി സഹായിക്കുന്നു. ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ട് അതിൽ പറഞ്ഞത് നിഴൽ പോലെ പിന്തുടരുക. ഇതിലൂടെ നിങ്ങളുടെ സംസാരശേഷിയും ഉച്ചാരണവും മെച്ചപ്പെടുത്താനും കേൾവിയും വളർത്താനും സഹായിക്കും. സാധാരണയായി ഭാഷാ പഠനത്തിൽ ഉപയോഗിക്കുന്ന ഒരു എളുപ്പവും ഫലപ്രദവുമായ മാർഗമാണ് ഷാഡോയിങ് ടെക്നിക്ക്. അപ്പോൾ ഈ പറഞ്ഞ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ പഠനം മെച്ചപ്പെടുത്താൻ ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കാൻ മറക്കണ്ട.